ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജോയ്സി. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉണ്ണിയപ്പം റെസിപ്പി ആയിട്ടാണ്. ഒരു വെറൈറ്റി ഉണ്ണിയപ്പം, നമ്മുടെ ബീഫ് ഉണ്ണിയപ്പമാണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ബീഫ് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നതെന്ന് കണ്ടാലോ? അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ ഒരു വെറൈറ്റി ഉണ്ണിയപ്പം, നമ്മുടെ ബീഫ് ഉണ്ണിയപ്പമാണ്. അപ്പോൾ ഇത് നമ്മുടെ ഉപ്പും ഒരു ശകലം മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് നമ്മൾ നല്ലപോലെ നമ്മുടെ ബീഫ് ഒന്ന് പുഴുങ്ങി നന്നായിട്ടൊന്ന് മിക്സിയുടെ ജാറിനകത്തിട്ടൊന്ന് പൊടിച്ചെടുത്തിരിക്കുന്നതാണ് ഇത്. അപ്പോൾ ഇതൊരു 250 ഗ്രാം ബീഫുണ്ട്. ഞാനിത് നല്ലപോലെ ഒന്ന് വേവിച്ച് പൊടിച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ബീഫ് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നതെന്ന് കണ്ടാലോ? അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ നമ്മുടെ ബീഫ് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പാത്രം എടുത്ത് വെച്ച് ഇച്ചിരി വലിയ പാത്രമായിട്ട് എടുത്തിരിക്കുന്നത്. എല്ലാത്തിനും ഞാൻ ഇച്ചിരി ചെറിയ പാത്രം എടുക്കുന്നുണ്ട്, അത് ഇതേക്കൂട്ടാണ്. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ ഈ ബീഫ് ഇത് നല്ലപോലെ പൊടിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുത്ത് ആദ്യമേ തന്നെ നമ്മൾ ബീഫ് ഇട്ട് കൊടുത്തു. അപ്പോൾ ഇത് ചിക്കൻ വെച്ച് വേണമെങ്കിൽ ഉണ്ടാക്കാം, വേറെ എന്ത് വെച്ച് വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ. ഇനി നമ്മളിതിനകത്തേക്ക് ഒരു സവോള, ഒരു മീഡിയം സൈസ് സവോള അരിഞ്ഞിട്ട് കൊടുത്തു. ഇനി നമ്മളതിനകത്തേക്ക് ഒരു 2-3 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തു. പിന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ ഒരു പച്ചമുളക്, ഞാൻ ഒരു പച്ചമുളക് ഇട്ട് കൊടുത്തു. നല്ല എരിവുള്ള പച്ചമുളക് കേട്ടോ. ഇനി നമുക്കതിനകത്തേക്ക് വേണ്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു 1/2 സ്പൂണ് നമ്മുടെ ഇതേക്കൂട്ട് മീറ്റ് മസാല ഇട്ട് കൊടുത്തു. ബീഫ് മസാല കേട്ടോ, മീറ്റ് മസാലയല്ല, ബീഫ് മസാല ഇട്ട് കൊടുത്തു. ഒരു 1/2 സ്പൂണ് നമ്മൾ എരിവിന് വേണ്ടിയിട്ട്, ഒരു ഇച്ചിരി എരിവിന് വേണ്ടിയിട്ട് ഒരു എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുത്തു. ഒരു 1/4 സ്പൂൺ, ഒത്തിരി വേണ്ട, അതുകൊണ്ട് ഇതെല്ലാം കൂടി ഇടുമ്പോൾ നമ്മുടെ ബീഫിന് പിന്നെ ഒരു ഇച്ചിരി എരിവ് വേണമല്ലോ. ഒരു 1/4 സ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ ബീഫ് ഉപ്പിട്ടാണ് നമ്മൾ വേവിച്ച് വെച്ചിരുന്നത് എങ്കിൽ പോലും നമുക്കതിനകത്തേക്കൊരു ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്കതിനകത്തേക്ക് ചേർക്കേണ്ടത് ഒരു 1/4 സ്പൂണ് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കണം. നമ്മുടെ ആ ഉണ്ണിയപ്പം ഒന്ന് നല്ല ഫ്ലഫി ആയിട്ടൊന്ന് വരാൻ വേണ്ടിയിട്ട് ഒരു ഇച്ചിരി, പിന്നെ ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇനിയിപ്പോൾ ഇട്ടില്ലേലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാനൊരു 1/4 സ്പൂണ് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇനിയിപ്പോൾ അത് ഇഷ്ടമില്ലെങ്കിൽ ഇടണ്ട. നമുക്ക് പക്ഷേ നമ്മുടെ ആ ഇതൊന്ന് സോഫ്റ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം നമ്മൾ ഇട്ട് കൊടുത്താണ്. ഇനി നമുക്കതിനകത്തേക്ക് നമ്മൾ ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നമുക്ക് കൈകൊണ്ട് ചെയ്താലും കുഴപ്പമില്ല. നമ്മൾ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മുടെ ഇതെല്ലാം കൂടെ കൂട്ടി ഇതെല്ലാം കൂടെ കൂട്ടി നന്നായിട്ടൊന്ന് കൈകൊണ്ടൊന്ന് നല്ലപോലെ ഒന്ന് ഞെരടി ഇതുകൊണ്ട് ആ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ എല്ലാം ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് സ്പൂൺ വെച്ച് തന്നെ ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ബീഫേൽ അങ്ങനെ എല്ലാം ആയിട്ടുണ്ട്. നല്ലപോലെ വേവിച്ച ബീഫാട്ടോ, പച്ച അല്ല, നല്ലപോലെ വേവിച്ചതുകൊണ്ടാണ് നമുക്കിങ്ങനെ ഞെരടി എടുത്താൽ മതി. ഇനി നമുക്ക് അതിനകത്തേക്ക് ഒരു 5 സ്പൂണ് നമ്മുടെ ആട്ടപ്പൊടി ഇട്ട് കൊടുക്കാവേ. നമ്മൾ ഗോതമ്പ് പൊടിയാണെങ്കിൽ ഇച്ചിരി ഹെൽത്തി ആണല്ലോ. നമുക്ക് മൈദയാണെങ്കിലും ഇടാം, മൈദ വെച്ച് ഉണ്ടാക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മളൊരു 5 സ്പൂൺ ഇട്ട് കൊടുത്തു. ഇനിയിപ്പോൾ നമുക്ക് വേണമെങ്കിൽ അത് കുറവാണെങ്കിൽ നമുക്ക് പിന്നെ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഇച്ചിരി വെള്ളവും കൂടി ഒഴിച്ച് ഒന്ന് കുഴച്ചെടുക്കണം. നമുക്ക് സാധാരണ ഉണ്ണിയപ്പത്തിൻ്റെയൊക്കെ ആ ഒരു പാകം പരുവമൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. അപ്പോൾ ആ ഒരു പരുവത്തിന് നമുക്ക് ഉണ്ണിയപ്പച്ചട്ടിക്കകത്ത് കോരി ഒഴിക്കുമ്പോൾ കിട്ടാനുള്ള ആ ഒരു പരുവത്തിന് വേണം നമുക്ക് കിട്ടാനായിട്ട്. നമുക്ക് വേണമെങ്കിൽ ഇനി ഇത് കൈ കൊണ്ട് കുഴച്ചെടുക്കാം കേട്ടോ. നമുക്ക് ഈ സ്പൂണൊന്നും കൊണ്ട് നമുക്ക് കുഴച്ചിട്ടങ്ങ് എല്ലായിടത്തും ഒന്നും പറ്റുന്നില്ലെങ്കിൽ നമുക്കിത് കൈ കൊണ്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നമുക്ക് കുഴയ്ക്കുമ്പോൾ നമുക്ക് നോക്കണം ഉപ്പൊക്കെ പരുവത്തിനുണ്ടോ എന്ന് നോക്കിയിട്ട്, പാകത്തിനുണ്ടെങ്കിൽ ഉപ്പുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഇല്ലെങ്കിൽ നമുക്ക് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതിനി ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കോരി ഒഴിച്ച് നമ്മുടെ ഉണ്ണിയപ്പമായിട്ട് നമുക്ക് ചുട്ടെടുക്കാം. അങ്ങനെ ഇത് നമ്മുടെ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ബീഫ് ഉണ്ണിയപ്പത്തിന് നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്നത് ഇതുകൊണ്ട് നല്ലപോലെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിനകത്ത് ഒരു ശകലം ടേസ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് ഇച്ചിരി ഓറിഗാനോ ഇട്ട് കൊടുക്കുക. ഒരു നല്ലൊരു ഫ്ലേവറൊക്കെ വരാൻ വേണ്ടിയിട്ട് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. കയ്യിലുണ്ടെങ്കിൽ മാത്രം ഒന്നിട്ട് കൊടുത്തേച്ചാൽ മതി. നമുക്ക് നല്ല ഇത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ നല്ല അടിപൊളി ഒരു പിസ്സയുടെയൊക്കെ ഒരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഇച്ചിരി ഓറിഗാനോ സീഡ്സ് ഇട്ട് കൊടുക്കാൻ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മാത്രം കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇല്ലേ ഇട്ട് കൊടുക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. എന്നിട്ട് പിന്നെ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക്
നമ്മൾ വെളിച്ചെണ്ണയ്ക്കകത്തായിട്ട് ഉണ്ടാക്കിയെടുക്കുക. നമ്മൾ സാധാരണ സൺഫ്ലവർ ഓയിലിനകത്താണ് നമ്മൾ ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കുന്നത്. പക്ഷേ നമ്മൾ വെളിച്ചെണ്ണയ്ക്കകത്താണ്. അപ്പോൾ അത്രയും കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ ഉണ്ണിയപ്പച്ചട്ടി നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാവേ. നമുക്ക് നമ്മുടെ ബീഫിൻ്റെ ടേസ്റ്റ് നമ്മൾ കൂടുതൽ അതിനകത്ത് ബീഫാണല്ലോ ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാവേ. ഈ ഒരു ഇതൊഴിച്ച് കൊടുത്താൽ നമുക്ക് മൊത്തം മിക്കവാറും ഉണ്ടാക്കിയെടുക്കാനുള്ള എണ്ണ ഉണ്ടായിരിക്കും. ഇനിയിപ്പോൾ വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ നമുക്ക് സൺഫ്ലവർ ഓയിലാണെങ്കിലും ഒഴിച്ചുണ്ടാക്കിയെടുക്കാം. പക്ഷേ അത്രയും ഒരു ടേസ്റ്റ് വരികയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ, വേറെ കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ നമ്മുടെ എണ്ണയൊന്ന് നല്ലപോലെ ഒന്ന് ചുറ്റിച്ച് എല്ലായിടത്തും ഒന്നായി ഒന്ന് ചൂടാകട്ടെ. ഇതെങ്ങനെ നമ്മുടെ എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ഓരോ സ്പൂണും നമ്മൾ ഉണ്ണിയപ്പത്തിന് കോരി ഒഴിക്കുവാണേ. ഇങ്ങനെ ഇത് മൊത്തം ഇതിനകത്തേക്കുന്ന നമ്മുടെ ഉണ്ണിയപ്പച്ചട്ടിയുടെ വലിപ്പം അനുസരിച്ച് നമുക്ക് കോരി ഒഴിക്കാം കേട്ടോ. വലിയ കുഴിയൊക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങനെ കോരി ഒഴിക്കാം. ഇനിയിപ്പോൾ ചെറിയ ഉണ്ണിയപ്പക്കാരേന്ന് ഉണ്ണിയപ്പച്ചട്ടി എന്നൊക്കെയല്ലേ പറയുന്നത്. ഇനിയിപ്പം ഇതൊന്നും നല്ലപോലെ ഒന്ന് ചെറുത് തീയൽ, നമ്മൾ തീരെ ലോയും അല്ല എന്നാൽ മീഡിയം ആ ഒരു രീതിക്കുള്ള ഫ്ലെയിമേ വെച്ചിട്ട് വേണം നമുക്കിനി ഇത് ഒന്ന് തിരിച്ച് മറിച്ച് വിട്ടെടുക്കാനായിട്ടേ. അപ്പോൾ ഇത് അങ്ങനെ നമ്മുടെ ഉണ്ണിയപ്പം നമുക്ക് ഓരോന്നോരോന്നായിട്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കാവേ. നമ്മുടെ ബീഫ് ഉണ്ണിയപ്പം നമുക്ക് ഓരോന്നോരോന്നായിട്ട് മറിച്ചിട്ട് കൊടുക്കാം. ഇതുകൊണ്ട് തന്നെ വേണേൽ മറിച്ചിടാം കേട്ടോ. ഇതുണ്ടോ, ഇതിങ്ങനെ വേണേൽ മറിച്ചിടാം, കുഴപ്പമൊന്നുമില്ല. ഇത് അങ്ങനെ നമ്മുടെ ബീഫ് ഉണ്ണിയപ്പം എല്ലാം നല്ല സൂപ്പറായിട്ട് ഇതുണ്ട്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് അവിടെ വെച്ചാൽ ഇങ്ങനെ എന്നത് നമുക്ക് മൊത്തം ഇതുപോലെ ഒന്ന് ഇതാരെങ്കിലും കണ്ടാൽ പറയും നമ്മുടെ ബീഫ് ഉണ്ണിയപ്പം എന്നുള്ള കാര്യം. ഇതുണ്ടോ നമ്മുടെ സാധാ നല്ല അടിപൊളിയായിട്ടുള്ള ഉണ്ണിയപ്പം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട്. നമ്മുടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ ഓറിഗാനോ സീഡ്സിൻ്റെയും കറിവേപ്പിലയുടെയും എല്ലാം നല്ലൊരു ഫ്ലേവറാണ്. നല്ല സൂപ്പർ ടേസ്റ്റാണ്, നല്ല സോഫ്റ്റാണ്, നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടൊന്ന് ഫീഡ്ബാക്ക് പറയണേ. പിന്നെ ആരെങ്കിലുമൊക്കെ ആദ്യമായിട്ട് നമ്മുടെ ഈ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ആ നമ്മുടെ ബെൽ ബട്ടണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുവാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പം പിന്നെ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ, താങ്ക് യു.